ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മെല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന നോമ്പടക്കമുള്ള എല്ലാ ആരാധനകളെയും ഇതര സൽക്കർമ്മങ്ങളെയും നമ്മളിൽ നിന്ന് പരിപൂർണ ഇഖ്ലാസോടുകൂടിയുള്ള കർമ്മങ്ങളായി ഖബൂൽ ചെയ്യുകയും അതിമഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലും സ്വർഗം പരലോക ജീവിതത്തിലും പ്രതിഫലമായി പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ ഇസ്ലാമികമായി ജീവിതം നയിക്കാനുള്ള നമ്മുടെ ഒരു താല്പര്യത്തെ മുൻനിർത്തി ആണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങളിൽ ശരിയായ ഇസ്ലാമിക വിധി എന്താണ് എന്ന് അന്വേഷിക്കേണ്ടി വരാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സദുദ്ദേശത്തെ മുൻനിർത്തി അവൻ്റെ ദീനീ കാര്യങ്ങളിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ശരിയായി മനസ്സിലാക്കാനും അതിനാവശ്യമായ അറിവ് ധാരാളമായി നേടിയെടുക്കാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുമൊക്കെ പ്രത്യേകമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ ദീനിൽ അറിവ് വർദ്ധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി പ്രത്യേകിച്ചൊന്നും പറയാതെ ഇവിടെ വന്ന ചോദ്യങ്ങളിലേക്ക്, അതിനോടുള്ള പ്രതികരണത്തിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനുള്ള താല്പര്യമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ കുറേ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി നമ്മളെ ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ അനുവാദവും അവസരവും തന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം സുഖകരമായി തീരാൻ, സൗഭാഗ്യകരമായി തീരാൻ, ആ ജീവിതം വിജയകരമായി തീരാൻ, നമുക്ക് തന്നെ അത് പ്രയോജനപ്രദമായി മാറാൻ എന്തൊക്കെ രീതികൾ അതിൽ സ്വീകരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സായ വിശുദ്ധ ഖുർആനിനെ ഒരിക്കലും നമുക്കൊരു നിയമപുസ്തകമായിട്ട് കാണാനോ വായിക്കാനോ കഴിയില്ല. മറിച്ച് അത് ഖുർആനെ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ അതൊരു ഹുദയാണ്, അതൊരു വഴികാട്ടിയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തെ അറിയുന്ന, ഏറ്റവും നന്നായി അറിയുന്നവൻ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് നമ്മളെക്കാൾ നന്നായി അറിയുന്നവൻ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള വഴി,
ആ വഴിയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ കുറേ നിയമങ്ങൾ എന്നതിലപ്പുറം അള്ളാൻ്റെ നമുക്കുള്ള വഴികാട്ടലുകളാണ് ഉള്ളത്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിലും ഏത് രീതിയാണ് അവലംബിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പം അതിൽ തന്നെ അങ്ങനെയുള്ള നിയമങ്ങളിൽ ഗണ്ഡിതമായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അള്ളാഹു ആ വിഷയത്തിൽ പറഞ്ഞത് ഇന്നതാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അളവിൽ അള്ളാഹു തീർത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഉറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതില്ലാത്ത കാര്യങ്ങൾ ദീനിൽ ധാരാളമുണ്ട്. അതൊക്കെയാണ് ദീനിൻ്റെ അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ്. അസ്ലുകളെയൊക്കെ അള്ളാഹു അങ്ങനെ ഭദ്രമായി അഭിപ്രായ വ്യത്യാസത്തിന് പഴുതില്ലാത്ത വിധം ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ അസ്ലുകളെ അവലംബിച്ചുകൊണ്ട് ഉള്ള ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിൽ പലതിലും അള്ളാഹു തീർത്ത് നിയമങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് പിന്നിൽ അള്ളാഹുവിനൊരു യുക്തിയുണ്ട്. അങ്ങനെ പറയാൻ അള്ളാഹ്ക്ക് പറ്റാഞ്ഞിട്ടല്ല, അങ്ങനെ സ്വീകരിക്കാൻ മനുഷ്യരായ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി, നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിലും ഏറ്റവും യുക്തമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ കുറേ കാര്യങ്ങൾ സ്ഥായിയായ നിയമങ്ങളല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാവുന്ന നിയമങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്. അസ്സവാബിതു വൽ മുതഗയ്യിറാത്ത് എന്ന് പറയും. ദീനിൽ ഉറച്ച നിയമങ്ങൾ, സ്ഥായിയായ, എല്ലാ കാലത്തും കാലത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം ആവശ്യമില്ലാത്ത, മാറാൻ പാടില്ലാത്ത കുറേ നിയമങ്ങൾ ദീനിലുണ്ട്, ദീനിൻ്റെ അസ്ലായിട്ട്. അതേ സമയത്ത് അൽ മുതഗയ്യിറാത്ത്, കാലത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടുന്ന നിയമങ്ങളും ഉണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് ഓരോ കാലത്തും പുതിയ പുതിയ സംഭവ വികാസങ്ങൾ, പുതിയ പുതിയ വസ്തുക്കൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ പുരോഗതികൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ കഴിയും വിധം ഫ്ലെക്സിബിളായ സ്വഭാവത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംശയങ്ങൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ളതായിരിക്കും. അത്തരം വിഷയങ്ങളിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, അഭിപ്രായ വ്യത്യാസത്തിന് ദീനിൽ പഴുതുള്ള വിഷയങ്ങളിൽ ഖുർആനിനോടും സുന്നത്തിനോടും അനുയോജ്യമാകുന്ന വിധത്തിൽ ഏറ്റവും നന്നായി വിശദീകരിക്കാൻ പറ്റുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും അതല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ, അങ്ങനെയല്ലാതെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് പഴുതുണ്ടെന്നും ആ പഴുതനുസരിച്ച് ഉള്ള സ്വാതന്ത്ര്യം അയാൾക്ക് അനുവദിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതിൽ ഏറ്റവും ശരിയായത് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനെ പിൻപറ്റാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നതോടൊപ്പം തന്നെ അതല്ലാത്ത അഭിപ്രായങ്ങൾ വേറൊരാൾക്ക് അതാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ അത് വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്ന വിശാലത നമ്മൾ കാണിക്കുകയും ചെയ്യണം. അതല്ലാത്ത പേരിൽ മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന കടുംപിടുത്തങ്ങൾ കാരണമാണ് കക്ഷിത്വങ്ങളും അനാവശ്യമായ കോലാഹലങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അള്ളാഹിൻ്റെ ദീനിൽ അഭിപ്രായ വ്യത്യാസത്തിന് അള്ളാഹു പഴുതനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ദീൻ പൊളിഞ്ഞു പോവുകയില്ല. അതിൽ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഒരാൾ ദീനിയായിട്ടോ തോന്നിയതുപോലെ നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഖുർആനിനെയും ഹദീസിനെയും വെച്ച് അതിനെ വ്യാഖ്യാനിച്ച് ഒന്നിലധികം അഭിപ്രായത്തിന് പഴുതുള്ള വിഷയങ്ങളിൽ
അതങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് വെക്കുകയാണ്. അതിനെ ഒരൊറ്റ അഭിപ്രായത്തിലേക്ക് ഒന്നിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആ അഭിപ്രായ വ്യത്യാസം സാധ്യമാവുന്നത് തന്നെ. അള്ളാഹ് അനുവദിച്ച ആ വിശാലത നമ്മളും അനുവദിക്കുക, അതിൽ ഏറ്റവും ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം സ്വീകരിക്കുക. അപ്പം ഏറ്റവും ശരിയെന്ന അഭിപ്രായം സ്വീകരിക്കുക എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴും വരുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ നിന്നും സുന്നത്തിനിൽ നിന്നുമൊക്കെയുള്ള തെളിവുകളെ വിശകലനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള പണ്ഡിതന്മാർ അങ്ങനെ സ്വീകരിക്കുകയും അതിന് ശേഷിയില്ലാത്ത, അതിന് മാത്രം വൈജ്ഞാനികമായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവർക്ക് ഏറ്റവും വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരോട് അഭിപ്രായം തേടുകയും അവരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായത്തെ സ്വീകരിച്ച് ദീൻ പുലർത്തുകയും ചെയ്യുക എന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്.